നിലവിൽ എങ്ങനെയാണ് അതിതീവ്ര മഴയ്ക്കുള്ള ഒരു സാഹചര്യമാണ് പറയുന്നത്? സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ഏത് രീതിയിലാണ്? സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പലതവണകളിലായി STMയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള കളക്ടർമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ദുരന്ത നിവാരണ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഇന്നും നാളെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത കളക്ടർമാരുടെ യോഗം നിശ്ചയിച്ച അജണ്ട തയ്യാറാക്കിയവരെല്ലാം ഇന്നലെ തന്നെ തിരുവനന്തപുരത്തോട്ട് തിരിച്ചതാണ്. എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് കളക്ടർമാരുടെ യോഗം തൽക്കാലം മാറ്റിവെക്കാനും അതത് ജില്ലകളിൽ ഇന്നലെ ലഭ്യമായിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ അതത് ജില്ലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതത് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് ഇപ്പോൾ നമുക്ക് കാണാവുന്നത് 9 മണിയുടെ വിവരം ലഭ്യമായതനുസരിച്ച് നമുക്ക് കാണാവുന്നത് തമിഴ്നാട്ടിൽ നിന്നും കുറേ മാറി കർണാടകത്തിൻ്റെ ഏതാണ്ട് കേരളവുമായി അടുത്ത മേഖലകളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കർണാടകത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് മംഗലാപുരത്തിലൂടെ കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിൻ്റെ വഴിയിലൂടെ നാളെ ഏതാണ്ട് ഇതേ നേരമാകുമ്പോഴേക്കും അറബിക്കടലിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന മുന്നറിയിപ്പുകൾ. കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വിഭാഗവും മറ്റ് ലഭ്യമാകുന്ന എല്ലാ സോഴ്സുകളും നൽകുന്ന അറിവുകൾ അനുസരിച്ചാണ് വടക്കൻ കേരളം വഴിയായിരിക്കും അറബിക്കടലിലേക്ക് ഇത് പോവുക. പക്ഷെ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇപ്പോൾ പൊതുവിൽ കേരളത്തിൽ എല്ലായിടങ്ങളിലും മഴയുണ്ട്. എന്നാൽ ആ മഴയുടെ ശക്തി കുറഞ്ഞു വരികയാണ്. ഇന്നലെ രാത്രി കുറച്ച് കഠിനമായിരുന്നു. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ അത്തിക്കയം എന്ന പ്രദേശത്ത് ഒരു മേഖലയിൽ മാത്രം 210 mm മഴ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ റെക്കോർഡാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത്തിക്കയത്ത് ലഭിച്ച മഴ സാമാന്യത്തിൽ വലിയ ഒരു റെക്കോർഡായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വടക്കൻ കേരളത്തിലേക്കായിരിക്കും ഇന്ന് മഴയുടെ പ്രധാനപ്പെട്ട കേന്ദ്രീകരണം ഉണ്ടാവുക. തെക്കൻ മേഖലയിൽ പതുക്കെ അത് ദുർബലമായി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ പക്ഷേ അലർട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടും കാസർഗോഡ്, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമായിട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ക്ലൗഡുണ്ട് എല്ലായിടത്തും. എന്നാലും മഴ നേരത്തെ കണ്ടതിൽ നിന്ന് ദുർബലമാവുകയാണ്. പക്ഷെ വടക്കൻ മലബാറിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴ കൂടുതൽ ശക്തിയാകും. നാളെ ഏതാണ്ട് ഈ സമയം വരെ അത് തുടരും. അറബിക്കടലിലേക്ക് അത് പോകും. വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ തീരങ്ങളിൽ നാളെ അറബിക്കടലിലേക്ക് ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവസ്ഥ നീങ്ങിയാലും കടലിൽ തന്നെ അത് കേന്ദ്രീകരിക്കും. 1-2 ദിവസത്തേക്ക് കൂടി വടക്കൻ കടൽ പ്രദേശവും കടലിൻ്റെ തീരവും ശക്തമായിട്ടുള്ള സുരക്ഷയ്ക്ക് വിധേയമാക്കണം. ഒരു കാരണവശാലും പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഫിഷർമെന്മാർ അങ്ങോട്ട് പോകാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകരുത്. നിലവിൽ മധ്യ-വടക്കൻ ജില്ലകളിൽ സാമാന്യം നല്ല ഇടത്തരം മഴയാണ് ഇപ്പോൾ രേഖപ്പെടുത്തി വരുന്നത് എന്നുള്ളതാണ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിവരം. അപ്പോൾ സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കർണാടകയുടെ അതിർത്തിയിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായി, ഒരു തീവ്ര ന്യൂനമർദ്ദമായിട്ടിപ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനി കേരളത്തിലേക്ക് കിടക്കുമ്പോൾ ന്യൂനമർദ്ദമായി കുറച്ചുകൂടി ശക്തി കുറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കേരളം നോക്കി. NDRFൻ്റെ 4 ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. അതിൽ 2 ടീമുകളെ പൂർണ്ണമായിട്ടും ശബരിമലയിലെ തീർത്ഥാടനം കൂടി പ്രമാണിച്ചുകൊണ്ട് ശബരിമലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ITBPയുടെയും CRPFൻ്റെയും BSFൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും DSCയുടെയും ഒക്കെ ടീമുകളുണ്ട്. വിനിയോഗിക്കേണ്ട ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ വടക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകൾ 2 ക്യാമ്പുകൾ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. പക്ഷേ എപ്പോഴും ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആരംഭിക്കാൻ കഴിയും വിധം ക്യാമ്പുകളായിട്ടുള്ള നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും പരിശോധന നടത്താനും ഒരുക്കങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലീവിലേക്ക് പോയ റവന്യൂ ജീവനക്കാരോട് തൽക്കാലം അതിവേഗത്തിൽ ചുമതല നിർവഹിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഡാമിലും അധികമായിട്ട് വെള്ളം ഇപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഡാമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതുകൊണ്ട് അവിടെയെല്ലാം ഒരു ഓവറോൾ ചെക്കിംഗ് STMയിൽ തന്നെ നടക്കുകയുണ്ടായി.
ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും അത് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ അപകടങ്ങളൊന്നും കാണാനില്ല. ശബരിമല തീർത്ഥാടകരോട് നിർബന്ധമായും ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കുളിക്കടവുകളിൽ പ്രത്യേക പെട്രോളിംഗ് ഏർപ്പെടുത്താൻ പോലീസിനോടും LSTDയോടും ഇപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അംഗീകൃതമായ കുളിക്കടവുകളിൽ നിർബന്ധമായും പ്രത്യേകമായിട്ടുള്ള പെട്രോളിംഗ് നാളെ വരെ പ്രത്യേകമായി നടപ്പിലാക്കണം എന്ന് മാത്രമല്ല, അയ്യപ്പന്മാരോട് നിർദ്ദേശിക്കേണ്ട ഒരു കാര്യം, ധാരണയില്ലാതെ ഒരുപക്ഷെ നമ്മളിപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തുക സാധാരണ നിലയിൽ അയ്യപ്പ ഭക്തന്മാർ വന്ന് കുളിക്കുന്ന കുളിക്കടവുകളിലായിരിക്കും. എന്നാൽ അത്തരം കുളിക്കടവുകളിലെ സുരക്ഷ ഉണ്ട് എന്ന് കരുതി ഒരു ധാരണയും ഇല്ലാതെ വരുന്ന വഴിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങാൻ നിന്നാൽ വെള്ളം ഉയരുന്നതിൻ്റെ ഒരു സ്ഥിതി നമുക്ക് പ്രവചിക്കാനാകില്ല എന്നൊരു പ്രശ്നം പ്രധാനമായിട്ടും കാണുന്നുണ്ട്. കാനനപാതയിലൂടെയുള്ള യാത്ര കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ പൂർണ്ണമായ ബലം കിട്ടി ശാന്തമായി എന്ന് ഉറപ്പിച്ചു പറയാതെ ഇപ്പോൾ നടത്താനാകില്ല എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ ഈ ശബരിമല പ്രദേശത്തുള്ള ചെക്ക് ഡാമുകൾ വെള്ളം കുറേശ്ശെ തുറന്നു വിട്ട് അധികമായി ചെക്ക് ഡാമുകളിൽ വെള്ളം ഉണ്ടാകാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകണം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനവും നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവായിട്ട് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് വൈകുന്നേരവും കൂടി നല്ല മഴ വടക്കൻ കേരളത്തിലുണ്ടാകും എന്നുറപ്പിക്കണം. എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപ്പിലാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പഴയ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ പ്രചരണം നടത്താവുന്ന വിധത്തിലുള്ള ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. ഇന്ന് രാത്രി കർശനമായി പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മലപ്രദേശത്തോടു കൂടിയിട്ടുള്ള മലഞ്ചെരിവുകളുമായി ബന്ധപ്പെടുന്ന പ്രദേശത്തോടു കൂടിയുള്ള യാത്ര ഇന്നത്തെ ദിവസം പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിർദ്ദേശം താഴെ കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ പ്രദേശത്തും പെയ്യുന്ന മഴയുടെ അളവ് സാമാന്യത്തിൽ കൂടുതലായതുകൊണ്ട് എല്ലായിടത്തും ഇല്ലെങ്കിലും ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ അങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് മണ്ണെപ്പോഴും ഇടിഞ്ഞു വിടാൻ പറ്റുന്ന വിധത്തിൽ ആയി നിൽക്കുകയായിരിക്കും മണ്ണിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് രാത്രി മലഞ്ചെരിവുകൾ വഴിയിട്ടുള്ള യാത്ര ഏത് കാരണവശാലും ഒഴിവാക്കണം. അതിഭീകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള ഭീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒന്നും ഉണ്ടാകരുത്. പേടിക്കേണ്ടതില്ല, എന്നാൽ നല്ല ജാഗ്രത ഉണ്ടാകണം. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ രാത്രി പൂർത്തീകരിക്കുന്നത് വരെ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയായിരിക്കും പൊതുവിൽ നല്ലത്. എല്ലാ അർത്ഥത്തിലും DDMAകളുടെ യോഗങ്ങൾ ചേർന്ന് ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലും എല്ലാ വകുപ്പുകളുടെ കൂടി പ്രതിനിധികൾ ഉൾപ്പെടുന്ന വിധത്തിൽ TOCയും DOCയും ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും നല്ല ശ്രദ്ധയുണ്ടാകുന്നുണ്ട്. കേരളം പൊതുവിൽ ഇങ്ങനെ ഒരു പ്രയാസത്തെ നേരിടാൻ സജ്ജമാണ്. എങ്കിലും നല്ല ധാരണ എല്ലാവർക്കും ഉണ്ടാകും.